നമസ്കാരം. ഇന്ത്യൻ പാർലമെൻറ്റിൽ കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും BJP ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഇന്ത്യയുടെ ലോകോത്തര വ്യവസായ പ്രമുഖൻ ഗൗതം അഡാനി നയിക്കുന്ന അഡാനി ഗ്രൂപ്പ് ഓഫ് കമ്പനികൾക്ക് നരേന്ദ്രമോദി ഗവൺമെൻറ് വഴിവിട്ട് നൽകിക്കൊണ്ടിരിക്കുന്ന സഹായങ്ങൾക്കെതിരെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പാർലമെൻറ്റിൽ ആഞ്ഞടിക്കുമ്പോൾ അതിനൊന്നും മറുപടി പറയാൻ കൂട്ടാക്കാതെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെൻറ്റിൽ നിന്നും വിട്ടുനിൽക്കുന്ന സ്ഥിതിയാണ് ഇന്ത്യൻ ജനത ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അഡാനി ഗ്രൂപ്പിൻ്റെ അമേരിക്കയിലെ ബിസിനസ് താൽപ്പര്യങ്ങൾക്ക് വേണ്ടി അമേരിക്കയിലെ ചില ഉദ്യോഗസ്ഥന്മാർക്ക് കൈക്കൂലി നൽകിയതിൻ്റെ പേരിലും അമേരിക്കൻ ഇൻവെസ്റ്റേഴ്സ്മാരെ തെറ്റിദ്ധരിപ്പിച്ചതിൻ്റെ പേരിലും അമേരിക്കൻ ഗവൺമെൻറ് അമേരിക്കയിൽ ഗൗതം അഡാനിക്കെതിരെ ക്രിമിനൽ കേസ് ചാർജ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അതിനുശേഷം ഓപ്പോസിഷൻ പാർട്ടികളുടെ ആവശ്യപ്രകാരം ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇക്കാര്യത്തെപ്പറ്റി ഒരു തുറന്ന ചർച്ചയ്ക്ക് പോലും നരേന്ദ്രമോദി ഗവൺമെൻറ് തയ്യാറാകുന്നില്ല. മണിപ്പൂരിൽ 2023 മെയ് 23 മുതൽ മേത്തി കമ്മ്യൂണിറ്റിയും കുക്കി കമ്മ്യൂണിറ്റിയും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണ പരമ്പരകൾ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്ര വലിയ ആക്രമണ പരമ്പരകൾ മണിപ്പൂരിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മണിപ്പൂരിലെ പ്രശ്നങ്ങൾ അവിടെ ചെന്ന് പഠിക്കുവാനോ അതുപോലെ ആക്രമണങ്ങൾക്ക് ഇരയായ ജനങ്ങളുടെ കണ്ണീരൊപ്പുവാൻ വേണ്ടി ഒരിക്കൽ പോലും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂരിൽ സന്ദർശനം നടത്തിയിട്ടില്ല. ഇന്ത്യ രാജ്യത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അതിക്രമണങ്ങളെ പറ്റിയും സാധാരണ ജനങ്ങളുടെ പരിഹരിക്കാത്ത പ്രശ്നങ്ങൾക്ക് സത്വര നടപടികൾ എടുക്കുവാനും വേണ്ടി പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും പാർലമെൻറ്റിൽ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അവർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾക്കൊന്നും നടപടികളും പരിഹാരവും എടുക്കാതെ നെഹ്റു ഗാന്ധി ഫാമിലിയെ പാർലമെൻറ്റിൻ്റെ നടുക്കളത്തിൽ വെച്ച് അപമാനിക്കാനാണ് നരേന്ദ്രമോദി എല്ലായ്പ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം വിചാരിച്ചിരിക്കുന്നത് നെഹ്റു ഗാന്ധി ഫാമിലിയെ കുറ്റം പറഞ്ഞു നടന്നാൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ആകുമെന്നാണ്.